നമസ്കാരം. ജാനകി വി വിസിസ് സ്റ്റേറ്റ് ഓഫ് കേരള ഈ സിനിമ ഞാനാണെങ്കിൽ ഇറങ്ങിയ സമയത്ത് ഒരു വലിയ റിപ്പോർട്ടൊന്നും വന്നില്ല. അതുകൊണ്ട് എനിക്ക് കാണാനൊക്കെ പറ്റുമായിരുന്നു. ഞാൻ കണ്ടില്ല. ഇതിൻ്റെ HD പ്രിൻ്റ് വന്നപ്പോഴും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ വേറെ സിനിമകളൊന്നും കാണാനില്ലാഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഈ സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണാമെന്ന് വിചാരിച്ചു. കാണാൻ തുടങ്ങി. ഭയങ്കര ഇൻട്രസ്റ്റിങ്. അതായത് ബോറി അടിക്കുന്നില്ല, ലാഗൊന്നുമില്ല. ഇങ്ങനെ കണ്ടങ്ങ് പോയി. കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത്ര മോശമൊന്നുമല്ല, കിടിലം പടം. കിടിലം സിനിമ, നല്ല കൺസെപ്റ്റ്, വളരെ മനോഹരമായിട്ട് എടുത്തൊരു സിനിമ. സുരേഷ് ഗോപിക്ക് പറ്റിയ റോള്. പിന്നെ സുരേഷ് ഗോപിയുടെ മകൻ അത്ര ബോറായിട്ടൊന്നുമല്ല അഭിനയിച്ചേക്കുന്നത്. തുടക്കക്കാരനല്ലേ, ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. പുള്ളിയോടുള്ള ഹേറ്റ് വെച്ചാണ് മെയിനായിട്ട്. പിന്നെ എല്ലാവരും നല്ല മനോഹരമായിട്ട് അഭിനയിച്ചൊരു കിടില സ്ക്രിപ്റ്റ്. കോർട്ട് ഡ്രാമയൊക്കെ നമ്മൾ കോർട്ട് ഡ്രാമയൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളത് തമിഴിലും മലയാളത്തിലൊക്കെ ആയാലും. കിടിലം പടം. ഇത്ര നെഗറ്റീവൊന്നുമില്ല. ഇത് അടിപൊളി പടം. JSK ഇതെങ്ങനെ ഇത് മോശം റിപ്പോർട്ട് അല്ലെങ്കിൽ ആവറേജ് റിപ്പോർട്ടൊക്കെ വന്നെന്ന് എനിക്കറിയാൻ വയ്യ. കിടിലം പടം. സുരേഷ് ഗോപി അറിയാമല്ലോ. സുരേഷ് ഗോപി എന്തോ ഭയങ്കര ഓവറാണ് കേട്ടോ പുള്ളിക്ക്. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഭയങ്കരമാണ്. ഇച്ചിരി മുഖവും കടുപ്പവും തടിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. ഒരു വക്കീൽ വേഷമായിട്ട് വന്നിട്ട് പോലും നല്ല മാസ് സീനൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്കകത്ത്. പിന്നെ ഇതിനകത്ത് ത്രെഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു സ്ത്രീ അവൾ പോലും അറിയാതെ ഗർഭം ധരിക്കുകയാണ് റേപ്പിലൂടെ. അതിപ്പം അതിനുശേഷം ആ ഒരു കുഞ്ഞിനെ എന്ത് ചെയ്യണം, അതിന് ഒരു ചോദ്യം വരും, ന്യായമായ ചോദ്യമാണ്. അപ്പം ബോധം കെടുത്തിയിട്ടൊക്കെ അബ്യൂസ് ചെയ്യത്തില്ല. അപ്പം അതിന് ശേഷം ഉണ്ടാകുന്ന ഇത് സർക്കാർ എങ്ങനെയാണ് അതിനൊരു ന്യായമാടിയായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരുന്നത് ആണ് ഈ സിനിമയുടെ ഇത്. എന്തോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ. എനിക്ക് നല്ല വർക്കായി സിനിമ, നല്ല കണക്റ്റായിട്ടുള്ള ഒരു സിനിമ, നല്ല സ്ക്രിപ്റ്റ്, നല്ലൊരു മേക്കിങ്, എല്ലാവരും അഭിനയിച്ചവരെല്ലാം നല്ല ഇതായിട്ട് ചെയ്തു. കോർട്ട് ഡ്രാമയിലെ ഒരു ലെവലുണ്ടല്ലോ കോർട്ട് ഡ്രാമകൾക്ക്, ആ ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. മാക്സിമം അതിൻ്റെ ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു പടമാണ് JSK എന്ന് പറയുന്നത്. സുരേഷ് ഗോപി അടിപൊളിയായിട്ട് ചെയ്ത ഒരു പടമാണ്.